ഇന്നത്തെ റെസിപ്പി ചെറുമണി കടല വെച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുമണി കടല അഥവാ ബ്ലാക്ക് ചിക്ക് പീസാണ് ഞാനെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് തലേ ദിവസം കുതിർത്തെടുത്ത കടലയാണ്. അത് ഞാനൊരു കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂണോളം 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. അതേപോലെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ കടലക്കറിക്കുള്ള കൂട്ടൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കടലക്കറി നല്ല ഉഷാറായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടല വെന്തിക്കണമെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമ്മളെ കടല എത്രത്തോളം വെന്തിട്ടുണ്ട്. നമ്മളെ കടല നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു തവി കടല എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വരാം. ഈ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് നമ്മളെ കടലക്കറിക്ക്. അപ്പോൾ നമ്മളെ കടലക്കറി വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ തൂമിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ആ ചെറിയ ഉള്ളി അരിഞ്ഞ് അത് നന്നായിട്ട് അതിൽ മൂത്ത് വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.